ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ യാതൊരുവിധ ഹിൻറ്റും കൊടുത്തിട്ടില്ല പെരക്കാർക്ക്. ഓല് വിചാരിച്ചിരിക്കുന്ന ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എത്തുള്ളൂ എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ് കേട്ടോ. എൻ്റെ കൂടെ ആഷിഖുണ്ട്. ആഷിഖേ ഹായ് കൊടുക്ക്. ഹായ്. അപ്പോൾ ആഷിഖുണ്ട്, ഞാനും ആഷിഖും ഒരുമിച്ചാണ് പോണത്. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവലിംഗ് ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അബുദാബി എയർപോർട്ട് മാഷാ അല്ലാ സൂപ്പർ സാധനം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അബുദാബി എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ 12ാമത്തെ ഫ്ലൈറ്റ് ആണ് കേട്ടോ. നേരത്തെ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ. ഇപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പ്രാവശ്യത്തെ പോക്കിൽ വൻ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടി പൊട്ടിക്കൽ വ്ളോഗായിരിക്കും. കുഞ്ഞുമോൻ്റെ വ്ളോഗിലേക്കൊരു ആ സംഭവം വരിക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിലാണ് ഇപ്രാവശ്യം എല്ലാവർക്കും ഓരോ സാധനങ്ങൾ വാങ്ങിക്കണത്. നല്ല അടിപൊളിയാക്കിയിട്ട് പാക്ക് ചെയ്ത് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് സെറ്റ് ആക്കി വെച്ചിക്കണ്. അപ്പോൾ എന്താ പറയുക, അത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധന കാര്യങ്ങൾ എന്തായാലും വീഡിയോക്ക് വെയിറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ സാധാരണത്തെ പോലെ തന്നെ നമ്മുടെ സർപ്രൈസ് വീഡിയോ ഫസ്റ്റ് നമ്മൾ പോണത് പോപ്പിനെ കാണാനാണ്. പോപ്പി ക്ലാസ്സിന് പോകുന്ന ആളെ. അപ്പോൾ അവിടുന്ന് നമ്മൾ പോപ്പിനെ കണ്ടിട്ട് കിഡിലൻ സർപ്രൈസ് ഓൾക്ക് കൊടുക്കണമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്. ഇൻഷാ അല്ലാ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ സംഭവിക്കുമെന്ന് വിചാരിക്കണ്. കുഞ്ഞുമോ നാളെ 9 മണിയാകുമ്പോഴേക്കും രാവിലെ എയർപോർട്ടിലുണ്ടാവും. ഇന്ന് ഡേ പറയുകയാണെങ്കിൽ ബുധനാഴ്ച ഏർലി മോർണിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം 1 മണി ഒക്കെ അല്ലേ ആശിക്ക ടൈം? 4:50 നമ്മളെ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 12:45. അപ്പോൾ എന്താ പറയുക, നാളെ 9 മണിയാകുമ്പോഴേക്കും നാട്ടിലെത്തും. 9 അല്ല, നാളെ 10 മണിക്ക് കറക്റ്റ് നാട്ടിലെത്തും. പിന്നെ നമ്മൾ പരിപാടികൾ സെറ്റ് ചെയ്യും. അധിക ദിവസമൊന്നുമില്ല, 12 ദിവസം മാക്സിമം. ആ 12 ദിവസം നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഫാമിലിയുടെ കൂടെ കുറേ മൊമെൻറ്റ്സ് ഉണ്ടാക്കണം. കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും സർപ്രൈസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ. താങ്ക് യു ബ്രോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാ, കയറുക. ഗൈസ്, അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിട്ടോ. എയർപോർട്ട് ഏതാ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ എയർപോർട്ട്. ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞില്ല. പക്ഷേ ജസ്റ്റ് പാസ്പോർട്ട് കൊടുക്കുക. അതെ, ജസ്റ്റ് കണ്ണ് നമ്മളൊന്ന് ക്യാമറയിൽ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കയറിപ്പോരുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ലോഞ്ച് തപ്പി നടക്കണം ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് 3 hours നമ്മൾ പോസ്റ്റായിട്ട് സക്സസ്ഫുള്ളി വേസ്റ്റഡ് 3 hours. ഞാനിപ്പോൾ പോയിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വന്നാണ് കേട്ടോ. ഒരു അരമണിക്കൂർ ഉറങ്ങി. അതിന് ശേഷം ഒരു സിനിമ പകുതിയായി. അതിലേക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. സാധാരണ ഞാൻ എവിടെ നേരത്തെ പോകില്ല, എല്ലായിടത്തും ലേറ്റ് ആയിട്ട് പോകും. എൻ്റെ ഒപ്പം വന്നു, ലേറ്റ് അല്ല നേരത്തെ എത്തി. അതാണ് നല്ല ആളുകളൊപ്പം കൂടി കഴിഞ്ഞു. പക്ഷെ ഇതെന്താ അറിയോ, ഇതാണെന്ന് എവിടെ നേരത്തെ പോകാൻ പാടില്ലായിരുന്നു. നേരത്തെ പോയാൽ ഇത്രക്ക് നേരത്തെ ആവാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ 5 മണിക്കൂർ മുമ്പറ്റാണ് വന്നിക്കണത്. ഞങ്ങൾ ലോഞ്ചൊക്കെ കിട്ടിച്ചിട്ട് വന്നു. ലോഞ്ച് കയറി ഗൈസ്. ആശിക്ക് ചൊരക്കാൻ ഏറ്റവും വേറൊന്നും ബാക്കിയില്ല. അതാണ് ഞാൻ പറഞ്ഞു, നമുക്ക് നിങ്ങൾ ലോഞ്ച് വേണ്ട, ഞങ്ങൾക്ക് KFC ഉണ്ട്, KFC പോകുന്നു. ഇവ വല്ല എമിറേറ്റ്സൊക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്തു. അതായത് ഞങ്ങൾക്ക് ഇനി ഉറക്കാൻ കാണുന്നില്ല, ലോഞ്ചിൽ ആക്സസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ആൾക്കാരുടെ നോക്കിയിട്ട് നോക്കണ്ട സംഭവം എന്താ അറിയോ, ഞങ്ങൾ ലോഞ്ചിൽ കയറി, അതും നോർമലിലല്ല, VIP. അപ്പോൾ ഇവിടെ എസ്കലേറ്റർ കയറിയിട്ട് മേലേക്ക് പോയിട്ടാണ് ലോഞ്ചുള്ളത്. ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ ഇറങ്ങി, കാടൊന്നും എടുക്കണില്ലാന്നുണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ഞങ്ങളൊന്ന് നോക്കും, VIP ലോഞ്ചിൽ നിന്നാണല്ലോ ഇറങ്ങി വരുന്നത്. അതിൽ ഞങ്ങളാണ് മെയിനായി. അപ്പം ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് ടു ഫുള്ള് ഈ കളി, അല്ലാതെ ഒരു പരിപാടിയിലുണ്ട്. അപ്പോൾ ഇത് ഇപ്പുറത്തെ റൺവേ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പുറത്ത് ഫ്ലൈറ്റൊക്കെ കിടക്കണുണ്ടോ? നമ്മളെ ഫ്ലൈറ്റ് വിളിച്ചിട്ടോ. സംഭവം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുഞ്ഞുമോനെ അവിടെ കണ്ടിട്ട് വേണം നമ്മൾ പരിപാടികൾ എങ്ങനെ വേണം എന്താണെന്നൊക്കെ പ്ലാൻ ചെയ്യാൻ. നാളത്തെ ഒരു ഡേ ഇതിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ആരൊക്കെ എവിടെയാണ് എന്താണെന്നൊരു ഐഡിയ ഇല്ല, എനിക്കൊന്നിനും ടൈം കിട്ടിയിട്ടില്ല, പെട്ടെന്നുണ്ടായ വരവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പറക്കാനുള്ള സമയമായിട്ടോ. എല്ലാവരും ക്യൂ നിൽക്കൽ തുടങ്ങി. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, നമുക്ക് അർജൻറ്റില്ല.
അതിൽ കയറി കൂടിയാൽ മതി, അല്ലാണ്ട് നമുക്ക് അർജൻറ്റൊന്നുമില്ല, അപ്പോൾ അതൊക്കെ പോയാൽ മതി. ഗൈസ്, നാട്ടിലേക്ക് നമ്മൾ എത്താനുള്ള സമയം ആയി തുടങ്ങി. ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഉറങ്ങും, പിന്നെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തായാലും ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് കാണിച്ചു തരാം. എക്സൈറ്റഡ്. അപ്പോൾ നമ്മൾ 4-5 മാസം അല്ല 6 മാസം ഓൾമോസ്റ്റ് ആയി. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുന്ന ആഷിഖ് കണ്ടോ. സീറ്റ് ഉണ്ടോ? മൊത്തത്തിൽ പോച്ച രാവിലെ തുടങ്ങിയതാണ്. പരിപാടികൾ നടക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കാണില്ല കാര്യം. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഫ്ലൈറ്റിൽ വന്നപ്പോൾ തന്നെ മൂപ്പര് പേരെന്തായിരുന്നു? നിസാർക്ക് നമുക്ക് ചോക്ലേറ്റ് തന്ന് സ്വീകരിച്ചിരുന്നു കേട്ടോ. ഇതുപോലത്തെ നല്ല മനുഷ്യരെ എനിക്ക് താല്പര്യം. പാവം നല്ലൊരു മനുഷ്യൻ. ഞാനാണ് ചെറിയൊരു പൊട്ടെടുത്തു. വീണ്ടും വീണ്ടും എടുത്തു. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തിട്ടാ. ക്ലിയർ ഇല്ലാത്ത വിൻഡോ ആണ് നമുക്ക് കിട്ടിയ കേട്ടോ. ഏകദേശം 4:20 4:50 നമ്മുടെ ഫ്ലൈറ്റ്. അല്ല, നമ്മള് ഉണ്ടെന്ന് അറിഞ്ഞോട്ടാണോ ഫ്ലൈറ്റ് ഫുള്ളായിക്കണ്? എങ്ങനെയായാലും നീക്കായത് നമ്മളത്രയും പ്രൈവറ്റായിട്ട് നോക്കിയതാണ്. അതാണ് എന്താ പറയാ, പോപ്പിനെ കാണണം, ഫാമിലിനെ കാണണം. ഇതുപോലെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അമ്മ അപ്പ ഫാമിലി. 10 ദിവസം അർമ്മതിക്കും. ആഷിക്കിന് ഞാൻ പറയട്ടെ, ആഷിക്ക് അതിലേറെ എക്സൈറ്റഡ് ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നാണോ, അത് പറയാനായിട്ടില്ല എന്നാണോ പറഞ്ഞത്. എന്തായാലും മാഷാഅല്ലാഹ് എല്ലാ കാര്യങ്ങളും ഉഷാറാവട്ടെ. അപ്പോൾ നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ആഷിക്കിൻ്റെ ഫോൺ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അവൻ വാഷ്റൂം പോയിട്ടുണ്ട് ഫ്രഷ് ആവാൻ. അപ്പോൾ നമ്മൾ ലഗേജ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. പുറത്ത് ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. കുഞ്ഞുമോനെ വിളിച്ചപ്പോൾ ഓനെ എത്തിയിട്ടില്ല. അവൻ ഇവിടെ പുറത്താണ്, അതായത് എയർപോർട്ടിൽ കയറാൻ നിൽക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓനെ നോക്കിയിട്ട് കാര്യമില്ല, ഓനെ അവിടെ ഇല്ല. നമ്മളിതാ സ്റ്റിൽ ലഗേജിന് വെയിറ്റിംഗ് ആണ്. ആഷിക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഫോൺ ചാർജ് ആക്കണം. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമുക്ക് ലഗേജ് ഒക്കെ ഇട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ. ഞാനേ സെമീറിനോട് പറഞ്ഞു, എന്താ പറയാ പുറത്ത് നിൽക്കുന്നു എന്നെ വെയിറ്റ് ചെയ്ത്. ഞാൻ ചോദിച്ചു എന്താ പുറത്ത് വെയിറ്റ് ചെയ്യണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞേ. അതിൽ ഞാൻ ആശുപത്രിയോട് ചോദിച്ചാൽ എൻ്റെ ഫാമിലി ഒരു ചായ കുടിച്ചിട്ടൊക്കെ ഇറങ്ങുള്ളൂ. അപ്പൊ ഇന്റെതാ സെമീറ മെച്ചം. എങ്ങനെ? ആ ഓക്കെ ഓക്കെ. സുഖം തന്നെ അൽഹംദുലില്ലാ. അങ്ങനെ പോണം. നിങ്ങൾ എവിടെ നിന്നാണ്? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ദുബായിലാണ്. അബുദാബിന്ന് ഫ്ലൈറ്റ് എടുത്താ. ഞാൻ അവിടെ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങള് ചെക്കന്മാർക്ക് ലീവായിട്ട് വേണ്ടോണ്ടേന്ന്? ആ ശരി മാഷാ. ആ ഓക്കെ ഓക്കെ. അതൊക്കെ നമ്മളെ സ്വിഫ്റ്റ് വരുന്നത്. യെസ് ഗൈസ്, അങ്ങനെ അശ്ക പോണോണ്ട് വരും. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ട് അലൈക്കും അസ്സലാം. വെൽക്കം ടു കേരള. ആശി ബ്ലോഗർ.